അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, നാം എന്നും ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് റിയാ എന്നുള്ളത്. കൽബിൽ വരുന്ന രോഗമാണ് റിയാ എന്നുള്ളത്. എന്താണ് റിയാ എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം മറ്റുള്ളവർ കാണുന്നുണ്ട്, മറ്റുള്ളവർ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി ചെയ്യുക. അതാണ് റിയാ എന്നുള്ളത്. അത് വലിയൊരു തെറ്റാണ്. കാരണം ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് വെക്കാം. അതേ സമയത്ത് ഇബാദത്തുകളൊക്കെയും ചെയ്യുകയും വളരെ കഷ്ടപ്പെട്ട് ധാരാളം നന്മകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് അതിനൊന്നും പ്രതിഫലം ഇല്ലാതാവുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഖേദകരമായ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മുടെ കൽബിനെ നാം നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ അവസാനത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവരും. അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇല്ലെങ്കിൽ ചെയ്യുന്ന അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ റിയാഇനെ ചികിത്സിക്കാൻ വേണ്ടി, അതായത് നമ്മളെ മനസ്സിൽ കുറെ ചിന്തകൾ കൊണ്ടുവന്ന് റിയാഇന്റെ ചിന്തകൾ ഇല്ലാതാക്കാൻ വേണ്ടി മഹാന്മാർ കുറെ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായി മഹാന്മാർ പറയുന്നു, എന്നും നീ വിചാരിക്കേണ്ടത്, എന്നും മനസ്സിൽ നീ കൊണ്ടുവരണം, എനിക്ക് റിയാ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് റിയാ ഉണ്ടായാൽ എൻ്റെ അമലുകളെല്ലാം പൊലിഞ്ഞു പോകും, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, അതിലൊന്നും ഉപകാരത്തിന് കിട്ടുകയില്ല എന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നീ പറഞ്ഞ് നിന്നെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വലിയ പേടി നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ റിയായിൽ നിന്നും പിന്മാറാൻ തുടങ്ങും. എന്ന് മാത്രമല്ല, അമല് ചെയ്തിട്ട് ആഖിറത്തിൽ ശിക്ഷ വാങ്ങേണ്ട ഒരു അവസ്ഥ, അങ്ങനെ ഒരു ഗതികേട് നിനക്ക് വന്നു പോകുമെന്നുള്ള ബോധം നിന്റെ മനസ്സിൽ പറഞ്ഞ് നീ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തതുമായി ഇവിടെ ആര് മദ്ഹ് ചെയ്താലും ആര് നമ്മളെ നിസ്സാരപ്പെടുത്തിയാലും അതൊന്നും നമുക്ക് ഒരു ഉപകാരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. രണ്ടാൾക്കാർ എന്നും നല്ല ആളാണെന്ന് ഇങ്ങനെ പറയാണ്, നല്ല നിസ്കാരക്കാരനാണ്, നല്ല ഖുർആൻ ഓത്തുകാരനാണെന്ന് നമ്മളെക്കുറിച്ച് രണ്ടാൾക്കാർ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടാനില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടാലല്ലേ ഈ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം, നിസ്കാരത്തിന്റെ ഇബാദത്തിന്റെ പ്രതിഫലെല്ലാം നമുക്ക് കിട്ടാൻ പോവുകയുള്ളൂ. ഒരിക്കലും നമുക്കൊന്നും അവരുടെ മദ്ഹുകളോ അവരുടെ കുറ്റങ്ങളോ അതൊന്നും നമുക്ക് ഏൽക്കില്ല എന്നുള്ളൊരു ചിന്ത നാം ഉണ്ടാക്കിയെടുക്കണം. ഒരു കാര്യം പറയുന്നു, ഏതിനും ഉപകാരം നൽകുന്നവൻ, ഈ ഇബാദത്തിനിക്ക് പ്രതിഫലം നൽകേണ്ടവൻ അല്ലാഹു ആണെന്നുള്ള ആ തിരിച്ചറിവ് നാം ഉണ്ടാക്കിയെടുക്കണം. നാം വളരെ കഷ്ടപ്പെട്ട് ഒരു ഖത്മ് ഖുർആൻ ഓതി തീർത്തു. ഈ ഒരു ഖത്മ് ഖുർആൻ ഓതി തീർത്തതിനിക്ക് പ്രതിഫലം നൽകേണ്ടവനും നൽകുന്നവനും നൽകാൻ കഴിവുള്ളവനും ആരാണ്? അല്ലാഹുവാണ്. അതേ സമയത്ത് ഞാനൊരു ഖത്മ് ഓതിയതിന്റെ പേരിൽ രണ്ടാൾക്കാരെ അറിഞ്ഞു, അവരെന്നെക്കുറിച്ച് മദ്ഹ് പറഞ്ഞു, മറ്റൊന്നുമായി വരുന്നത് കൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ട് ഇതൊക്കെയും അല്ലാഹു അല്ലാതെ പ്രതിഫലം നൽകാൻ അധികാരം ആർക്കുമില്ല എന്നുള്ള ആ വലിയ ഈമാൻ, ആ വലിയ യഖീന് നമ്മുടെ മനസ്സിൽ നാം ഉണ്ടാക്കിയെടുക്കണമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യമാണ്, എത്രത്തോളം നമ്മുടെ ഇബാദത്തുകളെ നാം മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ അത് ചെയ്യുക എന്നുള്ളത്. ആൾക്കാർ കാണുന്നുണ്ട് എന്നതുകൊണ്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല, പക്ഷേ കാണാൻ വേണ്ടി ചെയ്യാൻ പാടില്ല. പക്ഷേ മറച്ചു വെച്ച് നമ്മളെ കൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ധാരാളം ഇബാദത്തുകൾ നാം ചെയ്യണം. ആരും അറിയാത്ത സമയങ്ങളിൽ, ആരും അറിയാത്ത സ്ഥലങ്ങളിൽ
ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമ്മളെ ഖൽബിൽ നിന്ന് റിയാ എന്നുള്ള വലിയ മാരകമായ രോഗം ഇല്ലാതെയായി പോകും. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ ധർമ്മിഷ്ഠനായിരുന്നു. പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു. എത്രത്തോളെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടതിൻ്റെ ശേഷം അവിടത്തെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേക്ക് അവരുടെ മുതുകിൽ ഒരു അടയാളമുണ്ടായിരുന്നു. ഭാരമുള്ള വസ്തുക്കൾ നിരന്തരമായി ചുമന്നാൽ അടയാളം വരുമല്ലോ, അതുപോലത്തെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ആൾക്കാർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ബഹുമാനപ്പെട്ടവർ എന്നും രാത്രിയും ആർക്കറിയാതെ ബഹുമാനപ്പെട്ടവർ പാവപ്പെട്ടവർക്ക് അവരുടെ ഭക്ഷണ സാധനങ്ങൾ ചുമന്നുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടവരോടുകൂടെ അത് ഇല്ലാതായപ്പോഴാണ് മനസ്സിലായത് അത് ബഹുമാനപ്പെട്ടവർ നൽകിയിരുന്നത് എന്നുള്ളത്. അതുവരെ കൊടുക്കപ്പെട്ട ആൾക്ക് പോലും അറിയില്ലായിരുന്നു ബഹുമാനപ്പെട്ടവർ നൽകിയത് എന്ന് ചരിത്രങ്ങൾ കാണാം. ഇതാണ് മഹാന്മാരുടെ ഇബാദത്ത്. നമ്മുടെ ഇബാദത്തുകളെല്ലാം നശിപ്പിക്കുന്ന, നമ്മെ നശിപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്നതിന് പകരം അള്ളാഹുവിൽ നിന്ന് വിദൂരമാക്കുന്ന ഒരു കാര്യമാണ് റിയാ എന്നുള്ളത്. അത് നാം കരുതിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യണം. പ്രത്യേകിച്ചിട്ട് ധാരാളം ആർക്കും അറിയാത്ത കുറെ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേ സമയത്ത് ഇനി ആൾക്കാർ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ഇബാദത്തുകളും നഷ്ടപ്പെടുത്താനും പാടില്ല. ചെയ്യുന്നതെല്ലാം അതുപോലെ ക്രമപ്രകാരം ചെയ്യണം. എന്നിട്ട് എന്നും ഖൽബിൽ പേടി വേണം. റബ്ബാണ് ഇഷ്ടപ്പെടേണ്ടത്, റബ്ബാന് തൃപ്തിപ്പെടേണ്ടത്. അല്ലാഹു ഇഷ്ടപ്പെട്ടാലേ എനിക്ക് ഉപകാരം കിട്ടുകയുള്ളൂ എന്നുള്ള ബോധം നമുക്കെന്നും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ തിരിച്ചറിവ് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.